ഒന്നും നടന്നില്ല. എടാ ഞാൻ പിന്നെ അബദ്ധത്തിൽ കയറി വരികയും ചെയ്തല്ല. ഒരു കാര്യം ചെയ്യും അടുത്ത അപ്പൊ ഈ പ്രതിതർപ്പണം എവിടെ തപ്പണം? ഈ പ്രതിതർപ്പണം പണം ഞാൻ തരാമെന്ന് സാറ് തരും. എടാ ഇതെന്തോ പറയാനാന്ന് പറ. ഈ പ്രതിതർപ്പണം നീ സംഭവം മനസ്സിലായി, പക്ഷെ അത് അങ്ങനല്ല. കണ്ട ഇവിടെ അറിയാം, പറഞ്ഞോട്. ആ മൃദംഗം അടിക്കണം. അതല്ലെന്ന്, എന്തുവാ ഈ നമ്മൾ അച്ഛൻ മരിക്കുമ്പോൾ ചെയ്യത്തില്ലേ? അച്ഛന്മാരിക്കും മൃദംഗം അടിക്കുവാന്നോ? നെഞ്ചത്തടിക്കുമല്ലോ. എടാ ഇതെന്തോ പറയാനാന്ന് പറ. നമ്മൾ ഈ കാക്കയ്ക്ക് കൊടുക്കത്തില്ലേ? അച്ഛനെയോ? അച്ഛനെയല്ല, നീ ഉരുള ഉരുട്ടി കൊടുക്കത്തില്ലയോ? ഓ, പിതൃതർപ്പണം. അത് തന്നെ. അത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ലയോ? അപ്പൊ ഞാൻ പോയിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇനി നോക്കിക്കോണം കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. കിണ്ടി, തേങ്ങ, പഴം, കിഴങ്ങ്. അയ്യോ ഒലക്കയുടെ മൂട്. എന്നെ എന്തിനാ അങ്ങനൊക്കെ പറയുന്നത്? പിന്നെ എന്റെ അടുത്ത് അഹങ്കാരം പറഞ്ഞാൽ ഞാനും പറയും. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, പൂജയ്ക്കുള്ള കിണ്ടിയും തേങ്ങയും പഴവും കൊണ്ടുവരാന്ന് പറഞ്ഞു. അറിഞ്ഞില്ല. എന്നാ പിന്നെ ആ പാവങ്ങളായിട്ട് പറയാ, ചാടുക, കൊന്നേക്കുക. കൊന്നേക്കാനോ? അയ്യോ, പാപങ്ങളെല്ലാം ഹനിക്കുക എന്നാ പറയുന്നത്, കൊല്ലുന്ന. നമ്മൾ അങ്ങനല്ല, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പഞ്ചായത്തിന്റെ സംഭവമല്ലേ പറഞ്ഞു നിർത്തി. ഞാൻ അങ്ങനെ പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പഞ്ചായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. വേറെ ഒരു വണ്ടിയും ഇല്ല. ഭയങ്കര മഴയുണ്ട്. ഭയങ്കര മഴയായി കഴിയുമ്പം ലൈഫിന്റെ കാര്യത്തിന്റെ വീട് എന്തുവാന്ന് അറിയാൻ വേണ്ടി രമണി പഞ്ചായത്ത് ഓഫീസിലോട്ട് നനഞ്ഞു കയറി ഇങ്ങ് വരിക. ലൈഫിൽ അവക്ക് വീട് നമ്മൾ കൊടുക്കത്തില്ലെന്നുള്ളത് അവക്ക് അറിയത്തില്ലല്ലോ. ഈ പ്രായമല്ല, ചെറുപ്പമാ. അവളിങ്ങനെ കയറി വരും. ആ ചെറുപ്പത്തിന്റെ തിണപ്പിൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കയ്യെ പിടിച്ച് വലിച്ച് ഞാൻ പഞ്ചായത്ത് ഓഫീസിനകത്ത് ഇട്ടിട്ടു. എന്നിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ കഥവും അടച്ച്. എന്നിട്ടുണ്ടല്ലോ, എന്നോട് ദൈവമേ, എന്റെ പാവനോട് ക്ഷമിക്കണേ. ഇത് പറഞ്ഞു തീർന്നിട്ട് ചാടിയാ പോരാ. ഇപ്പഴെന്തിനാ കയറി വന്നത്? അയ്യോ, ചാടിയാ പോരെന്നോ? ഒരു സൗണ്ട് കേട്ട് ചാടിയെന്ന് കൂടെ ചാടി ചവിട്ടി താക്ക് എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? എന്തുവാ? അല്ല, ഒന്നാം തൊഴുകുണ്ണാൻ കഥ പറഞ്ഞു വരുമായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് കേട്ടിട്ട് നമുക്ക് ആലോചിക്കാം. അടുത്തേന് അമ്മ ഞാൻ പോയിട്ട് പഴം, ഹിന്ദി പോകണം. കഥയും പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യുമെന്ന്. അയ്യോ സാറ് അങ്ങനെ കേറിവാ. അങ്ങനെ രമണിയോട് ചെയ്ത പാപം ഞാൻ അങ്ങ് തീർത്തു. രമണിയോട് ചെയ്ത പാപം ഞാൻ തീർത്തില്ല. നമ്മളെ മൊത്തം പറഞ്ഞില്ലായിരുന്നു. ഞാൻ മൊത്തം കഥയും പറഞ്ഞായിരുന്നു. ഇല്ലെന്ന് മൊത്തം കഥ ഞാൻ പറഞ്ഞായിരുന്നു. എന്നെ പൊട്ടനാക്കരുത് കേട്ടോ. രമണിയുടെ കൈക്ക് പിടിച്ചു, അകത്തോട്ടോടി, കഥ കടച്ചു, അവിടെ വരെ പറഞ്ഞുള്ളൂ. ബാക്കി കഥ ഞാൻ വെള്ളത്തിനടിയിൽ കിടന്ന് പറഞ്ഞായിരുന്നു. കഥയായിരുന്നില്ലയോ? അല്ല, സൂപ്പർ കഥയായിരുന്നു. എങ്ങനെ മനസ്സിലായി? എനിക്കതൊക്കെ മനസ്സിലായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന മീനൊക്കെ താണ്ട് ജോഡി തിരിഞ്ഞു തുള്ളി ചാടി പോകുന്നു. സൂപ്പർ കഥയായിരുന്നു. അതുകൊണ്ടാ കഥ. അടുത്ത ദാനം പറഞ്ഞു. അടുത്ത കഥ എന്തോന്ന് ചോദിച്ചാല്, ഞാൻ വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. കണക്കായി പോയി. ചെറിയൊരു മഴയേ ഉണ്ട്. അവിടെ മഴയുണ്ട്. എന്റെ ചേട്ടന്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു 1.5 ടീച്ചർ ഇങ്ങനെ കേറി വരിക. ടീച്ചർ